പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വല്ലാതെ ഭയപ്പെടുത്തുന്നൊരു വചനഭാഗമാണ് ഇന്നത്തേത്. സഹോദരൻ സഹോദരനെയും പിതാവ് പുത്രനെയും മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കും. മക്കൾ മാതാപിതാക്കന്മാരെ എതിർക്കുകയും അവരെ വധിക്കുകയും ചെയ്യും. എൻ്റെ കർത്താവെ, അങ്ങോട്ട് പിടികിട്ടണില്ല. ശരിക്കും എന്താണ് സംഭവിക്കുന്നതെന്ന് മുഴുവൻ വചനഭാഗവും വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഒരാൾ സുവിശേഷം പറയുന്നു, കർത്താവാണ് ഏക ദൈവം എന്ന് ഏറ്റു പറയുന്നു. ആ സമയത്തുണ്ടാവുന്ന ഒരു കൺഫ്യൂഷനുണ്ട്, ഒരു എതിർപ്പുണ്ട്. ഇല്ല, ഞങ്ങൾ സമ്മതിക്കുന്നില്ല, ഞങ്ങളത് വിശ്വസിക്കുന്നില്ല. ഏകദൈവത്തിൽ ഇങ്ങനെ വിശ്വസിക്കാതെ വരുമ്പോൾ, ക്രിസ്തുവിൽ വിശ്വസിക്കാതെ വരുമ്പോൾ ഉണ്ടാവുന്ന വലിയ എതിർ സാക്ഷ്യങ്ങളുണ്ട്, പരസ്പരമുള്ള കലഹങ്ങളുണ്ട്, അഭിപ്രായ ഭിന്നതകളുണ്ട്. അത് നയിക്കുന്നത് വലിയ പ്രയാസങ്ങളിലേക്കായിരിക്കുമെന്ന് വചനം പറയുന്നുണ്ട്. കർത്താവിനെ തന്നെയാണ് ആ കുടുംബത്തിലുള്ള എല്ലാവരും വിശ്വസിക്കുന്നതെങ്കിൽ, ഒരേപോലെയാണ് അവനിൽ ആശ്രയം വയ്ക്കുന്നതെങ്കിൽ, ഈശോയിലിങ്ങനെ ഒരേ വിശ്വാസത്തോടുകൂടെ, ആഴമായ വിശ്വാസത്തോടുകൂടെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല. ഈശോ തന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, അന്തഛിദ്രമുള്ള രാജ്യം നശിച്ചു പോകും, അന്തഛിദ്രമുള്ള ഭവനവും നശിച്ചു പോകും. രണ്ടാമതെടുത്ത് പറയാൻ കാരണം എന്തായിരിക്കും? കുടുംബത്തിലുള്ള കലഹങ്ങൾ അത് എത്രമാത്രം ഇങ്ങനെ മാരകമാണെന്ന് കർത്താവിനറിയാം. അതുകൊണ്ടുള്ള ഓർമ്മപ്പെടുത്തലാണ്. ഒന്നാമത്തെ വായന കാണണം. അവിടെ കർത്താവ് യാക്കോബിനെ വിളിക്കുന്നുണ്ട്. യാക്കോബേ യാക്കോബേ, അവിടെ നിന്ന് വിളിച്ചു, ഇതാ ഞാൻ. അവൻ വിളി കേട്ടു. കർത്താവ് പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഞാൻ ദൈവമാണ്, നിന്റെ പിതാവിൻ്റെ ദൈവം. ഞാൻ ദൈവമാണ്, നിന്റെ പിതാവിൻ്റെ ദൈവം. നിന്റെ പിതാവ് വിശ്വസിച്ച അതേ ദൈവത്തിൽ നീ വിശ്വസിക്കുന്നു. അതങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്നുള്ള ഓർമ്മപ്പെടുത്തൽ. അതങ്ങനെ തന്നെ പോകണം. തലമുറകളിലേക്ക് കൈമാറപ്പെടേണ്ട വിശ്വാസം എൻ്റെ അപ്പനപ്പാപ്പന്മാർ കാരണവന്മാരായിട്ട് വിശ്വസിച്ച അതേ ദൈവത്തിലുള്ള വിശ്വാസമാണ്. അതിനകത്തൊരു മാറ്റം വരുത്തരുത്, ഒന്നിനും കുറവുണ്ടാവരുത്. കൈമാറപ്പെട്ട വിശ്വാസത്തിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ചില ശീലങ്ങളൊക്കെ നഷ്ടപ്പെടുത്തി കളയുമ്പോഴാണ് നമ്മുടെ മക്കള് നമ്മൾ വിശ്വസിച്ചതിനേക്കാൾ കുറവായിട്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത്. നമ്മുടെ മുത്തച്ഛന്മാരൊക്കെ വിശ്വസിച്ചിരുന്നതിൻ്റെ എത്ര ശതമാനം ഇപ്പോൾ നമുക്ക് വിശ്വാസമുണ്ടെന്ന്, ഇനി വരുന്ന തലമുറയ്ക്ക് വിശ്വാസമുണ്ടെന്ന് നമ്മൾ സങ്കടപ്പെടുമ്പോൾ ഓർത്താൽ മതി. നമ്മളിങ്ങനെ കൈമാറിക്കൊടുക്കാതെ പോയ ചില നല്ല ശീലങ്ങൾ, വിശ്വാസത്തിൻ്റെ ജീവിത സാക്ഷ്യങ്ങളൊക്കെയാണ് ഇതിനുള്ള കാരണം. എന്തോ നീ തിരഞ്ഞു വന്നു എന്നുള്ള പാട്ട് ഈ കഴിഞ്ഞ മാസത്തിൽ എത്ര വീടുകളിൽ എല്ലാ ദിവസവും പാടിയിട്ടുണ്ടാവും. നല്ല മാതാവേ മരിയേ എന്നുള്ള പാട്ട് എത്ര മക്കൾക്ക് ഇപ്പോൾ അറിയാൻ പറ്റുന്നുണ്ടാവും. ജപമാല സമർപ്പണം, അതൊന്ന് കാണാപ്പാഠം പഠിക്കാനായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ലല്ലോ. ജപമാല രഹസ്യങ്ങൾ ഏതൊക്കെയാണെന്ന് പോലും പിടുത്തം കിട്ടിയിട്ടില്ല. ലുത്തിനിയൊക്കെ ഇങ്ങനെ കാണാതെ പ്രാർത്ഥിച്ചിരുന്ന കുടുംബങ്ങളായിരുന്നു നമ്മുടേതെന്നറിയണം. അവിടെയാണ് ഈ ഒരു അഭിപ്രായ ഭിന്നതകൾ വരുന്നത്, ഈ ഒരു പരസ്പരമുള്ള സ്ട്രഗിള് വരണത്, പരസ്പരമുള്ള കലഹങ്ങൾ വരണത്. അത് വലിയ പ്രയാസങ്ങളിലേക്ക് നയിക്കുമെന്ന് വചനം പറയും. എൻ്റെ കർത്താവിൽ വിശ്വസിക്കുന്നു എന്ന് ഞാൻ ഏറ്റു പറയുമ്പോൾ എന്നെ എതിർക്കാനായിട്ട് മകൻ വരുന്നത്, എന്നെ എതിർക്കാനായിട്ട് പ്രിയപ്പെട്ട ഒരാൾ വരുന്നതെന്ന് ആലോചിച്ച് നോക്കി. അവിടെ കലഹങ്ങളുണ്ടാവും, അവിടെ വല്ലാത്തൊരു ടെൻഷൻ നിലനിൽക്കും. കുടുംബം സ്വസ്ഥതയിലൊന്നും പോകാൻ പറ്റില്ല. അന്തഛിദ്രമുള്ള ഭവനവും നശിച്ചു പോകും. കർത്താവെ, അങ്ങാകുന്ന പാറമേൽ ഞങ്ങളുടെ ഭവനം പണിയപ്പെടട്ടെ. ആ വിശ്വാസം ഞങ്ങൾക്ക് കൈമാറി കിട്ടിയ അതേ വിശ്വാസത്തിൽ എന്നും ഞങ്ങളുടെ തലമുറകൾ നിലനിൽക്കാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി അങ്ങയുടെ തിരുമുൻപിൽ നിന്ന് യാചിക്കുകയാണ്. ഒരിക്കലും ഇങ്ങനെ തകർന്നു പോവാത്ത, അകത്ത് അന്തഛിദ്രമില്ലാത്ത ഒരു കുടുംബം ഞങ്ങൾക്കായിട്ട് അങ്ങ് ഒരുക്കണമേ. അങ്ങ് തന്നെ അതിൽ വസിച്ച് അങ്ങയോടുള്ള വിശ്വാസത്തിൽ, വിശ്വസ്തതയിൽ ഇങ്ങനെ ഞങ്ങളുടെ തലമുറകൾ നിലനിന്ന് പോകാനുള്ള അനുഗ്രഹം തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുട്ടിന്മേൽ നിന്ന് ഈ വലിയ വിശ്വാസത്തിൻ്റെ
ആഴത്തിലുള്ള വിശ്വാസത്തിൽ ഒരിക്കലും കുറവ് വരാതിരിക്കാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് തമ്പുരാന്റെ ആശീർവാദം ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. കർത്താവെ, എത്ര തലമുറകൾ കഴിഞ്ഞാലും അങ്ങ് മാത്രമാണ് ദൈവമെന്ന്, അങ്ങ് മാത്രമാണ് കർത്താവെന്ന്, അങ്ങ് മാത്രമാണ് രക്ഷകനെന്ന് തലമുറകൾ, എൻ്റെ കുടുംബത്തിൻ്റെ തലമുറകൾ എല്ലാ കാലവും ഏറ്റുപാടാനുള്ള, ഏറ്റുപറയാനുള്ള ഒരേ ഒരു അനുഗ്രഹത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവെ, ഒരിക്കലും അങ്ങയോടുള്ള വിശ്വാസത്തിൽ നിന്നും വിശ്വസ്തതയിൽ നിന്നും വ്യതിചലിക്കാൻ എന്നെയോ എൻ്റെ തലമുറകളെയോ അനുവദിക്കരുതേ എന്ന പ്രാർത്ഥനയോടുകൂടെ നമുക്ക് കിടക്കകളിലേക്ക് പോകാം. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.